പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ദുൽഹിജ്ജ ആദ്യത്തെ 10. പരിശുദ്ധ റമളാൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം റമളാൻ മാസം ഏറെ മഹത്വമുള്ളതാണ്. അതിൽ തന്നെ അവസാനത്തെ 10-ന് മഹത്വങ്ങളേറെയാണ്. കാരണം അന്നേ രാവിലാണ് 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള രാവിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ. അത് അവസാനത്തെ 10-ലാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഈ റമളാനിൻ്റെ അവസാനത്തെ 10-നേക്കാൾ മഹത്വമുള്ള ദിനങ്ങളാണ് ദുൽഹിജ്ജ ആദ്യത്തെ 10-ലുള്ളത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. യഅലം അന്ന ലയാലിയൽ അശ്രിൽ അഖീരി മിൻ റമളാന അഫ്ളലു മിൻ ലയാലിൽ അശ്രി ദുൽഹിജ്ജത്തി. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10-ന്റെ രാവിനേക്കാൾ ഏറെ മഹത്വം റമളാനിൻ്റെ അവസാനത്തെ 10-നാണ്. എന്നാൽ അയ്യാമു അശ്രി ദുൽഹിജ്ജത്തി, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, 10 ദിവസങ്ങൾ അഫ്ളലു മിൻ അയ്യാമി അശ്രി റമളാൻ, റമളാൻ മാസത്തിലെ അവസാനത്തെ 10 അല്ലെങ്കിൽ റമളാനിൻ്റെ 10-ന്റെ പകലിനേക്കാൾ ഏറെ മഹത്വമുള്ളതാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. അതിന് കാരണം മഹാന്മാർ പറയുന്നത്, റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ 10-ന് കൂടുതൽ മഹത്വം നാം പരിഗണിക്കുന്നത് അതിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാണ്. എന്നാൽ ലൈലത്തുൽ ഖദർ രാവിലാണ് ഉണ്ടാവുക. എന്നാൽ അതിൻ്റെ പകലിനേക്കാൾ മഹത്വമുണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ ആദ്യത്തെ 10-ന്. കാരണം ദുൽഹിജ്ജ അതിൻ്റെ പകലിൽ, ആദ്യത്തെ 10-ന്റെ പകലിലാണ് അയ്യാമുത്ത് തെർവിയത്ത്, അറഫ ദിനം, യൗമുൻ നഹർ എന്നു തുടങ്ങിയ ഏറെ മഹത്വമുള്ള ദിനങ്ങൾ ഇതിൻ്റെ പകലിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റമളാനിൻ്റെ പകലിനേക്കാൾ മഹത്വമുള്ള പകലുകളാണ് ദുൽഹിജ്ജ ആദ്യത്തെ 10-ൽ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഇബാദത്തുമായി ധന്യമാക്കണം. പ്രാർത്ഥനകളിൽ നാം മുഴുകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അസയ്യിദ് അലവി അൽ മാലിക്കി, മക്കയിലെ ഹറമിലെ മുദരിസും മുഫ്തിയുമായിരുന്ന മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ മജ്മൂഉ ഫതാവ വ റസായിൽ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം.